ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ, ദാറ്റ് ഈസ് കോത്താരി കമ്മീഷൻ. In 1964, the Government of India appointed the Indian Education Commission under the chairmanship of Dr. D.S. Kothari, the then chairman of the University Grand Commission. 1964-ൽ ഇന്ത്യൻ ഗവൺമെൻറ് അന്ന് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ചെയർമാനായിരുന്ന, അതായത് UGCയുടെ ചെയർമാനായിരുന്ന ഡോക്ടർ D.S. കൊത്താരിയുടെ ചെയർമാൻഷിപ്പിൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്തു. ദി കമ്മീഷൻസ് മെയിൻ ഡ്യൂട്ടി വാസ് ടു അഡ്വൈസ് ഗവൺമെൻറ് ഓൺ ദി നാഷണൽ പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ and on a general principle and policies helpful for the development of education at all stages and in all aspects. ഈ കമ്മീഷൻ്റെ പ്രധാന ഡ്യൂട്ടി എന്തെല്ലാമായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരു നാഷണൽ എഡ്യൂക്കേഷണൽ പാറ്റേൺ കെട്ടിപ്പടുത്തുക, അതുപോലെ എല്ലാ സ്റ്റേജസിലും എഡ്യൂക്കേഷൻ്റെ എല്ലാ ആസ്പെക്ട്സിൻ്റെയും ഡെവലപ്മെൻറ്റിന് ഹെൽപ്ഫുള്ളായ ജനറൽ പ്രിൻസിപ്പിൾസും പോളിസീസും രൂപവൽക്കരിച്ച് ഗവൺമെൻറ്റിനെ അഡ്വൈസ് ചെയ്യുക എന്നതായിരുന്നു കമ്മീഷൻ്റെ പ്രധാന ഡ്യൂട്ടി. The Commission studied the problem pertaining to different aspects of Indian education and submitted its report in June 1966. ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ്റെ എല്ലാ ഭാഗങ്ങളും പഠിച്ച് കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ട് 1966 ജൂണിൽ സമർപ്പിച്ചു. ദി മേജർ റെക്കമെൻഡേഷൻസ് ഓഫ് ദി കമ്മീഷൻ ആർ ആസ് അണ്ടർ. കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്കതിനെക്കുറിച്ചൊന്ന് നോക്കാം. ഫസ്റ്റ് പോയിൻറ്റ്, നാഷണൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ്റെ നാഷണൽ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചാണ് കൊത്താരി കമ്മീഷൻ ആദ്യം റെക്കമെൻഡ് ചെയ്തത്. അതെന്തെല്ലാമാണെന്ന് നോക്കാം. ദി കമ്മീഷൻ എംഫറ്റിക്കലി സ്ട്രെസ് ദാറ്റ് ഇൻക്രീസിംഗ് പ്രൊഡക്ടിവിറ്റി, അച്ചീവ്മെൻറ്റ് ഓഫ് സോഷ്യൽ ആൻഡ് നാഷണൽ ഇൻ്റഗ്രേഷൻ, ആക്സലറേഷൻ ഇൻ ദി പ്രോസസ് ഓഫ് മോഡേണൈസേഷൻ ആൻഡ് കൾട്ടിവേഷൻ ഓഫ് സോഷ്യൽ, മോറൽ ആൻഡ് സ്പിരിച്വൽ വാല്യൂസ് ഷുഡ് ബി ദ നാഷണൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് എഡ്യൂക്കേഷൻ. അതായത് ഇൻക്രീസിംഗ് പ്രൊഡക്ടിവിറ്റി, ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക, അച്ചീവ്മെൻറ്റ് ഓഫ് സോഷ്യൽ ആൻഡ് നാഷണൽ ഇൻ്റഗ്രേഷൻ, സോഷ്യൽ ആൻഡ് നാഷണൽ ഇൻ്റഗ്രേഷൻ അച്ചീവ് ചെയ്യുക, ആക്സലറേഷൻ ഇൻ ദി പ്രോസസ് ഓഫ് മോഡേണൈസേഷൻ, ആധുനികവൽക്കരണത്തെ ത്വരിതപ്പെടുത്തുക, കൾട്ടിവേഷൻ ഓഫ് സോഷ്യൽ ആൻഡ് മോറൽ സ്പിരിച്വൽ വാല്യൂസ്, സോഷ്യൽ, മോറൽ ആൻഡ് സ്പിരിച്വൽ വാല്യൂസ് വളർത്തിയെടുക്കുക തുടങ്ങിയവയെല്ലാമാണ് എഡ്യൂക്കേഷൻ്റെ നാഷണൽ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നത്. സെക്കൻഡ് പോയിന്റ് നമുക്കൊന്ന് നോക്കാം. എംഫസിസ് ഓൺ സയൻസ് എഡ്യൂക്കേഷൻ. സയൻസ് എഡ്യൂക്കേഷന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് കോത്താരി കമ്മീഷൻ്റെ രണ്ടാമത്തെ റെക്കമെൻഡേഷൻ. ഇറ്റ് സ്ട്രെസ് ദാറ്റ് സയൻസ് എഡ്യൂക്കേഷൻ ഷുഡ് ബി മെയ്ഡ് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ദി സെയിം ഷുഡ് സ്റ്റാർട്ട് റൈറ്റ് ഫ്രം പ്രൈമറി സ്റ്റേജ് ആൻഡ് ഷുഡ് ബിക്കം എ പാർട്ട് ഓഫ് ഓൾ കോഴ്സസ് അറ്റ് ദി യൂണിവേഴ്സിറ്റി സ്റ്റേജ്. സയൻസ് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാനമായ ഒന്നാണെന്നും അത് പ്രൈമറി സ്റ്റേജിൽ തന്നെ തുടങ്ങണമെന്നും യൂണിവേഴ്സിറ്റി സ്റ്റേജിൽ എല്ലാ കോഴ്സസിൻ്റെയും പാർട്ടായിരിക്കണമെന്നും കമ്മീഷൻ എംഫസിസ് ചെയ്തു. Third point, social and national service. The Commission recommended that social and national service should also be made an integral part of education at all levels. എഡ്യൂക്കേഷൻ്റെ എല്ലാ ലെവൽസിലും സോഷ്യൽ സർവീസും നാഷണൽ സർവീസും പ്രധാന ഘടകമായിരിക്കണമെന്ന് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലെല്ലാം നാഷണൽ സർവീസ് സ്കീം, അതായത് NSS ഉള്ളതും അതുപോലെ സോഷ്യൽ സർവീസിന് വേണ്ടിയിട്ട് പല പ്രൊജക്ട്സും പ്രോഗ്രാംസും അതുപോലെ പല കരിക്കുലർ ആക്ടിവിറ്റീസ് എല്ലാം സ്കൂളുകളിൽ നടത്തുന്നതെല്ലാം ഈ ഒരു തേർഡ് റെക്കമെൻഡേഷൻ്റെ ബേസിലാണ്. ദെൻ ഫോർത്ത് പോയിന്റ് ഈസ് വർക്ക് എക്സ്പീരിയൻസ്. ദി കമ്മീഷൻ ഹാഡ് ലൈറ്റ് മച്ച് സ്ട്രെസ് ഓൺ വർക്ക് എക്സ്പീരിയൻസ് ആൻഡ് റെക്കമെൻഡഡ് ദാറ്റ് ഇറ്റ് ഷുഡ് ബി ഇൻട്രൊഡ്യൂസ്ഡ് അറ്റ് ഓൾ സ്റ്റേജസ് ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ്റെ എല്ലാ സ്റ്റേജസിലും വർക്ക് എക്സ്പീരിയൻസിന് പ്രാധാന്യം കൊടുക്കണം. ഓക്കെ, നമുക്കറിയാം നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും എല്ലാം തന്നെ ലബോറട്ടറീസ്, പ്രൊജക്ട്സ്, അസൈൻമെൻറ്റ്, ഇൻറ്റേൺഷിപ്പ്, അതർ ട്രെയിനിങ് പ്രോഗ്രാം ഇതെല്ലാം ഉണ്ട്. ഇതൊക്കെ വർക്ക് എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. ഫിഫ്ത്ത് പോയിൻറ്റ്, വൊക്കേഷണലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തെ തൊഴിൽവൽക്കരിക്കുക എന്നുള്ളതാണ് ഫിഫ്ത്ത് റെക്കമെൻഡേഷനായി പറയുന്നത്. ദി കമ്മീഷൻ ലൈഡ് സ്ട്രെസ് ഓൺ ദി നീഡ് ഓഫ് വൊക്കേഷണലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനെ വൊക്കേഷണലൈസ് ചെയ്യണം എന്നുള്ളതാണ് കമ്മീഷൻ്റെ അഞ്ചാമത്തെ റെക്കമെൻഡേഷനിൽ പറയുന്നത്. ഓക്കെ, വിദ്യാഭ്യാസത്തിലൂടെ ആളുകൾക്ക് തൊഴിൽ ലഭിക്കണം. അപ്പോൾ തൊഴിൽ കേന്ദ്രീകൃതമായ വിദ്യാഭ്യാസം തുടങ്ങണമെന്നുള്ളതാണ് കമ്മീഷൻ്റെ ഫിഫ്ത്ത് റെക്കമെൻഡേഷനിൽ വരുന്നത്. ദെൻ സിക്സ്ത് ഈസ് മീഡിയം ഓഫ് എഡ്യൂക്കേഷൻ. ദി കമ്മീഷൻ റെക്കമെൻഡഡ് ദാറ്റ് റീജിയണൽ ലാംഗ്വേജസ് ഷുഡ് മെയ്ഡ് ദി മീഡിയം ഓഫ് എഡ്യൂക്കേഷൻ അറ്റ് ഓൾ സ്റ്റേജസ് ഓഫ് എഡ്യൂക്കേഷൻ. അതായത് എഡ്യൂക്കേഷൻ്റെ എല്ലാ സ്റ്റേജസിലും റീജിയണൽ ലാംഗ്വേജിലായിരിക്കണം അധ്യാപനം നടത്തേണ്ടത് എന്നുള്ളതാണ് ആറാമത്തെ റെക്കമെൻഡേഷൻ. ദെൻ സെവൻത്ത് ഈസ് കോമൺ സ്കൂൾ സിസ്റ്റം. For the universalization of education, the Commission recommended that common school system should be introduced.
അതായത് യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ള ആശയം നടപ്പാകണമെങ്കിൽ കോമൺ സ്കൂളുകൾ, അതായത് പൊതുവിദ്യാലയങ്ങൾ അല്ലെങ്കിൽ സർക്കാർ സ്കൂളുകൾ തുടങ്ങണമെന്നും, അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിലൂടെയാണ്, പൊതുവിദ്യാലയ സംവിധാനത്തിലൂടെയാണ് യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ള ആശയം നടപ്പാകൂ എന്നും കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. എട്ടാമത്തെ റെക്കമെൻഡേഷനാണ് എഡ്യൂക്കേഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസ്. ദി ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ ആൻഡ് ചിൽഡ്രൻ ബിലോങ്ങിങ് ടു ബാക്ക്വേർഡ് ക്ലാസ്സസ് ഷുഡ് ബി ഗിവൺ മോർ ആൻഡ് ബെറ്റർ ഫെസിലിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ. ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രനും ചിൽഡ്രൻ ബിലോങ്ങിങ് ടു ബാക്ക്വേർഡ് ക്ലാസ്സസിനും ഷുഡ് ബി ഗിവൺ മോർ ആൻഡ് ബെറ്റർ ഫെസിലിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് എട്ടാമത്തെ റെക്കമെൻഡേഷൻ. ദെൻ നയൻത് ഈസ് അഡൽട്ട് എഡ്യൂക്കേഷൻ. ഇവിടെ പറയുന്നത് അഡിക്വേറ്റ് ഫെസിലിറ്റീസ് ഷുഡ് ബി ഗിവൺ ഫോർ ദി പ്രൊമോഷൻ ഓഫ് അഡൽട്ട് എഡ്യൂക്കേഷൻ ആസ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ലിക്വിഡേറ്റ് ഇല്ലട്രസി. അതായത് മുതിർന്നവർക്കുള്ള വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് ഒമ്പതാമത്തെ റെക്കമെൻഡേഷൻ. ഇവിടെ പറയുന്നത് നിരക്ഷരത ഇല്ലായ്മ ചെയ്യുവാൻ അഡൽട്ട് എഡ്യൂക്കേഷൻ അനിവാര്യമാണ് എന്നുള്ളതാണ്. പത്താമത്തെ റെക്കമെൻഡേഷൻ എന്നുള്ളത് എക്സ്പാൻഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. വൈൽ പ്ലാനിംഗ് എക്സ്പാൻഷൻ ഓഫ് എഡ്യൂക്കേഷൻ ദി നീഡ് ഓഫ് മാൻ പവർ ഷുഡ് ബി കെപ്റ്റ് ഇൻ വ്യൂ. എക്സ്പാൻഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്നത്, അതായത് വിദ്യാഭ്യാസ വികസനം എന്നുള്ളത് നാട്ടിന് ആവശ്യമുള്ള ഹ്യൂമൻ റിസോഴ്സിന് അനുസരിച്ചായിരിക്കണം. നമ്മുടെ നാട് ആവശ്യപ്പെടുന്ന റിസോഴ്സുകൾക്ക് അനുസരിച്ചുള്ള സബ്ജക്ട്സുകളും കോഴ്സുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് വിദ്യാഭ്യാസത്തെ വികസിപ്പിക്കുക എന്നുള്ളതാണ് പത്താമത്തെ റെക്കമെൻഡേഷൻ. അത് നാട്ടിന് ആവശ്യമുള്ള എന്ന് പറയുമ്പോൾ അത് നാടുമായി ബന്ധപ്പെട്ടതും അതുപോലെ ജനങ്ങളുടെ ആവശ്യവുമായി ബന്ധപ്പെട്ടതും അവരുടെ ഇൻട്രസ്റ്റ്, സ്കില്ല്, അഭിരുചി ഇതൊക്കെ ആകാം. ഓക്കെ, താങ്ക് യു.